Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമുക്ക് തുടങ്ങിയാലോ? Yes, ma'am. Okay. ഓക്കെ, നമ്മള് നിങ്ങളുടെ പോർഷൻസ് ഏകദേശം ഫസ്റ്റ് എന്താ പറയാ ഹാഫ്, അതായത് ഫസ്റ്റ് ഹാഫ് മീൻസ് ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീച്ചേഴ്സ്. നിങ്ങൾക്ക് അത് അധികം താമസിക്കാതെ എക്സാംസ് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സാം ഏതൊക്കെ സമയത്താണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഏകദേശം ഫസ്റ്റ് പാർട്ടിന്റെ എക്സാം ഒക്കെ എടുക്കാറായിരുന്നതൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലെ? അപ്പൊ ടീച്ചേഴ്സ് അവരുടെ എന്താ പറയാ 13+15 ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഉള്ള ചാപ്റ്റേഴ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെ? അങ്ങനെയൊക്കെ അല്ലേ? അതെ. അതെ. ഏതെങ്കിലും അപ്പൊ ഏതെങ്കിലും എല്ലാവരും എടുക്കുന്ന ലാസ്റ്റ് ചാപ്റ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, എല്ലാവരെയും. അല്ലാതെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ചാപ്റ്റർ അവിടെ മിസ്സായിട്ട് നിൽക്കുന്നുണ്ടോ ഒന്ന് നോക്കിയേക്കണം നിങ്ങള്. ഏതെങ്കിലും അങ്ങനെ ഉണ്ടോ അറിവില്? ഒന്നാമത്തെ മൊഡ്യൂളിലെ അതായത് പേപ്പറിലെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റഡ് ആണോ? സെക്കൻഡ് മൊഡ്യൂൾ പേപ്പറിലെയും എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റഡ് ആണോ ഇപ്പൊ ഓരോ ടീച്ചേഴ്സും എടുത്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ ബാക്കിയെല്ലാം കംപ്ലീറ്റഡ് ആണോ എന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം. കാരണം പല പല ടീച്ചേഴ്സ് പല പല ക്ലാസ്സുകൾ പോയി എടുക്കുന്നുണ്ട്. മനുഷ്യന്മാരാണ്. ചിലപ്പോഴൊക്കെ ഇന്ന സ്ഥലത്ത് ചിലപ്പോൾ എടുത്തോ ഇല്ലേ, ചിലപ്പോൾ അങ്ങനെ മിസ്സായി പോകും. എപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നമ്മളെ ഇൻഫോം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ അല്ലെ? അപ്പൊ നിങ്ങളതൊന്ന് കൺഫേം ചെയ്ത് പോവുക. കാരണം ഞാൻ നമ്മളോട് ക്ലാസ് തുടങ്ങുമ്പോഴേ പറഞ്ഞിരുന്നു നമ്മൾ ഓരോ ടീച്ചേഴ്സും വേണ്ടിയുള്ള ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണം. അപ്പൊ ഓരോ നോട്ട്ബുക്കിലും ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുമ്പോൾ എന്തായാലും നിങ്ങൾ അവരുടെ ആ ചാപ്റ്ററിന്റെ പേര് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഫസ്റ്റ് പേപ്പേഴ്സിൽ ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അത് തീർന്നു. അതുപോലെ സെക്കൻഡ് പേപ്പറിൽ ഇത്ര ചാപ്റ്റേഴ്സ് 15 ചാപ്റ്റർ ആണ്, അപ്പൊ അതെടുത്തു, അത് തീർന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നാം വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, എക്സാമിന്റെ സ്റ്റഡി ലീവ് പറഞ്ഞു ആ സമയത്ത് അയ്യോ ഇന്ന ചാപ്റ്റർ എടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു തന്നാൽ നമ്മളും പാനിക്കായി പോകും. അയ്യോ അത് എടുത്തില്ലേ, ഭയങ്കര ടെൻഷനായി പോകും. അതുകൊണ്ട് അത് ഇല്ലാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണോ വീണ്ടും പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ കൂടി ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി ഉറപ്പുവരുത്തിയേക്ക നിങ്ങളുടെ പോർഷൻസ് കവർ ചെയ്തു എന്ന്. ഓക്കെ ആണല്ലോ? നമ്മളിനി നമ്മളുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക്, നമ്മുടെ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് വീണ്ടും നോക്കാം. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതാത് ചാപ്റ്റർ 29 ആണ്. 29 ആണ് മോനെ. നമ്മളുടെ ഫസ്റ്റ് ടുഡേ എടുക്കും. സോറി മിസ്. ഓക്കെ, അതെടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരേ ചാപ്റ്റേഴ്സ് ആവുള്ളായിരിക്കും നമ്മൾ. ഓക്കെ ഓക്കെ. അത് ലേബർ റൂം എന്ന് പറയുന്ന ചാപ്റ്റർ മിസ് ഇപ്പൊ അവർ വരുമ്പോ ടീച്ചറിന്റെ ക്ലാസ് ആണല്ലോ, ടീച്ചർ വരുമ്പോ എടുത്തോളൂ കേട്ടാ. അതുകൂടിയാണ് എടുക്കാനുള്ളതെന്ന് പറഞ്ഞത്. അപ്പൊ അത് എടുത്തു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ, എനിക്കാണെങ്കിൽ ഒരേ അവർ ഉള്ളൂ എല്ലാ ആഴ്ചയിലും, നിങ്ങൾക്ക് ഒരു അവറേ എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അതിന്റെ ബാക്കിൽ നമ്മളുടെ ഈ മെഡിക്കൽ ടെർമിനോളജി ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്, എന്നെ കൊണ്ട് തീർക്കാൻ പറ്റിയില്ല എങ്കിൽ അതിന്റെ ബാക്കില് നമ്മുടെ എന്താ പറയാ സോളി മിസ്സിനോട് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന്. കാരണം ഇതൊക്കെ നമുക്ക് കുറെ എന്താ പറയാ മാത്രമേ ഉള്ളൂ. റേഡിയോളജി ആരുടെ ടോപ്പിക് ആയിരുന്നു? അറിയാ, റേഡിയോളജിയിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെന്നോ? ആതിര മിസ് ഇപ്പൊ സ്റ്റിൽ നിങ്ങൾക്ക് 7B ഈ നിങ്ങളുടെ ക്ലാസ്സിൽ എടുക്കുന്നുണ്ടോ? ആതിര മിസ് എടുക്കുന്നുണ്ടോ ഈ ക്ലാസ്സിൽ? നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരാറുണ്ടോ ആതിര മിസ്? എടുത്തൂന്ന്. ഓക്കെ, പോകട്ടെ. എടുത്തു തീർത്തു എന്നാണ് പറയണേ.
നമ്മള് എല്ലാം കൺഫേം ചെയ്യും നിങ്ങള്. അതുകൊണ്ടാ ഇപ്പൊ ഒരാള് രണ്ടാളല്ല, ഡെയിലി ലൈവില് ക്ലാസ്സിൽ കയറുന്നവർക്ക് അതിനെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അങ്ങനെയുള്ളവര് അതിന് റിപ്ലൈ തരിക കേട്ടാ. എല്ലാം എടുത്തോ എന്ന്, എല്ലാം എടുത്തു എന്ന്. മെഡിക്കൽ എക്യുപ്മെന്റ് ഇതിലാ നമ്മളെ ടെൻഷൻ ആകല്ലേട്ടാ. നിങ്ങള് പറഞ്ഞു തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ് ഏത് പാർട്ടിലാണ് കിടക്കുന്നത്? ഞാൻ സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാമോ? 4ാമത്തെ മൊഡ്യൂളിലുള്ള കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഓ മൈ ഗോഡ്, നമ്മൾ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചു പറയാം. നമുക്ക് പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇത് തന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, സോറി കുഴപ്പമില്ലടാ. അതെ, നമ്മൾ പേടിച്ചു. അതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോ ഇന്ന ചാപ്റ്റർ എടുക്കാൻ നമ്മളുടെ നമ്മൾക്ക് കൺഫേം ചെയ്തിരിക്കുന്നത് ഓരോരോ ആളുകൾക്ക് ഇത്ര ചാപ്റ്റേഴ്സ് കൊടുത്തിട്ട് അവരവരുടേതായ എടുത്ത് തീർന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ഒരു സാധനം ഇഷ്യൂ ചെയ്തിരുന്നു നിങ്ങൾക്ക് സിലബസ്. ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ, തേർഡ്, ഫോർത്ത്, അങ്ങനെ 4 തിരിച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് 1ലും 2ലും എടുക്കാത്തത് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ പ്രിഫിക്സുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. പ്രിഫിക്സ്, ദാറ്റ് മീൻസ് എ സ്മോൾ പാർട്ട് ഓഫ് എ വേർഡ് വിച്ച് ഈസ് ആഡഡ് ടു ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. ഏതെങ്കിലും ഒരു റൂട്ട് വേർഡിന്റെ തൊട്ട് മുന്നിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കഷ്ണം, ചിലപ്പോൾ ചില 1, 2, 3 ലെറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്ന പ്രിഫിക്സുകൾ ആഡ് ചെയ്തിട്ടുള്ള ചില വേർഡുകളും അതിന്റെ മീനിങ്ങുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അടുത്തത് 91ാമത്തെ തുടങ്ങിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. 91ാമത്തെ തുടങ്ങിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പറയാനുള്ളത്. എന്താണ് നോക്റ്റ് നൈറ്റ്? എന്താ കുഴപ്പം? 81ാമത്തെ നോക്റ്റിന്റെ മീനിങ് നൈറ്റ് എന്നാണ്. നോക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രഫിക്സ് മുമ്പിൽ ചേർത്ത് കഴിഞ്ഞാൽ നൈറ്റ് എന്നാണ്. മീനിങ് മാത്രം നിങ്ങൾ അറിയേണ്ടുള്ളൂ. അത് മാത്രമല്ല, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ എന്താ പറയാ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് ബൈഹാർട്ട് പഠിക്കാൻ പറയുന്നത് അടയാളപ്പെടുത്തി തരുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ബാക്കിയൊക്കെ നമ്മുടെ റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. പാരാ, PARA എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്താൽ അതിന്റെ മീനിങ് ബിസൈഡ് അടുത്ത് അല്ലെ. പാത്തോളജി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് റിലേറ്റിംഗ് ടു ഡിസീസ്, രോഗങ്ങളുമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത് പറയാ, പാത്ത് എന്ന് പറയുന്നതിന്റെ കൂടെ /o. പാത്തോളജി ഇസ് എ വേർഡ് വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം എ പ്രിഫിക്സ് പാത്ത്. പാത്ത് എന്ന് പറയുന്ന ഒരു വേർഡിന്റെ കൂടെ ഓളജി, ദാറ്റ് മീൻസ് സയൻസ് എന്നാണ്, സയൻസ്, സ്റ്റഡി ഓഫ് സയൻസ്. അതുകൂടി ചേരുമ്പോൾ ഇറ്റ് ബിക്കംസ് പാത്തോളജി. ഡിസീസസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എന്നർത്ഥമുള്ള പാത്ത്. അടുത്ത PER, ത്രൂ എന്നാണ് അതിന്റെ മീനിങ്. ത്രൂ, അതിലൂടെ എന്നൊക്കെ പറയില്ലേ. അപ്പൊ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് നഴ്സുമാരുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ എംപ്ലോയീസുമായിട്ടോ വെദർ ദേ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ്, അവർക്ക് അവരുടേതായ ഭാഷയുണ്ട് അതിന് വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി. ഇറ്റ്സ് എ ലാംഗ്വേജ് ഇൻ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഭാഷകൾ. അതിന് അവര് ചില വേർഡുകളൊക്കെ പ്രിഫിക്സ് ചേർത്ത് സഫിക്സ് ചേർത്ത് വേറെ പുതിയ വേർഡ് ഉണ്ടാക്കി. അതുപോലെ തന്നെ ചില വേർഡുകൾക്ക് അബ്രിവിയേറ്റഡ് ഫോമിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്ന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് തന്നിരിക്കുന്നത്. കുറച്ചൊന്നല്ല, ഓൾമോസ്റ്റ് ഏകദേശം അവർ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജസിൽ ഇപ്പൊ അവരുപയോഗിക്കുന്ന പ്രിഫിക്സ് സഫിക്സ് അതിന്റെയൊക്കെ മീനിങ് അത് മാത്രമേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും അറിയാനില്ല. ഓക്കെ. അടുത്ത PERI, പെരി എന്ന് പറയുന്നതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ചേരുമ്പോ ആ പെരി എന്ന് പറയുന്നതിന്റെ മാത്രം മീനിങ് ആണ് എറൗണ്ട്. പെരി എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മാത്രം ആ ഒരു ലെറ്റേഴ്സിന്റെ മാത്രം മീനിങ്, അതെല്ലാം കൂടി ചേരുമ്പോ പെരി എന്ന് വായിക്കും നമ്മള്. അതിന്റെ മീനിങ് ആണ് എറൗണ്ട്. അടുത്തത് ഫാഗ്, PHAG/O, ഫാഗോ, റിലേറ്റിംഗ് ടു ഈറ്റ്. ഭക്ഷണവുമായിട്ട് കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫാഗ്. ഫാരിങ്, PHARYNG, ഫാരിങ്. അതുപോലെ തന്നെ /O ആണെങ്കിൽ ഇറ്റ്സ് റിലേറ്റിംഗ് ടു ഫാരിങ്സ് ഓർ ത്രോട്ട്, നമ്മുടെ തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ള അർത്ഥമാണ്. റിലേറ്റിംഗ് ടു ഫാരിങ്സ്, അതാണ് ഫാരിങ്. അടുത്ത ഫ്ലെബ്, PHLEB, ഫ്ലെബ്, റിലേറ്റിംഗ് ടു വെയിൻ. ഫ്ലെബട്ടോമിസ്റ്റ് എന്ന് പറയുന്ന എന്താണ് നമ്മളുടെ ടെസ്റ്റുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വെയിനിൽ കൂടിയൊക്കെ ബ്ലഡ് എടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ റിലേറ്റിംഗ് ടു വെയിൻ എന്നാണ് നമ്മൾ അതിന്റെ മീനിങ് വരിക. PHLEB/O, റിലേറ്റിംഗ് ടു വെയിൻ ആണ് ഫ്ലെബ്. അടുത്തത് ന്യൂം,
PENEUM എന്നാണ് കേട്ടോ. അത് PENUM അല്ല, ഒന്ന് തിരുത്തി എഴുതിയേക്കണം. ന്യൂമോണിയ, നമ്മൾ അങ്ങനത്തെ ഒരു വേർഡ് കേട്ടിട്ടുണ്ടല്ലോ, ഇറ്റ്സ് എ വേർഡ് വിച്ച് ഇസ് ഡിറൈവ്ഡ്. അതുപോലെ ഈ ഒരു പ്രിഫിക്സ് ചേർത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വേർഡാണ് ന്യൂമോണിയ. PNEUM ആണ്. അതൊന്ന് അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. PEN എന്നാണ് കിടക്കുന്നത്. PNEUM/of ന്യൂമോ. അതാണ് റിലേറ്റിംഗ് ടു ലങ്സ് ഓർ റെസ്പിറേഷൻ. നമ്മളുടെ ശ്വാസോച്ഛ്വാസവുമായി ബന്ധപ്പെട്ടത്, ശ്വാസകോശവുമായി ബന്ധപ്പെട്ടത് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പ്രിഫിക്സ് ആണ് ന്യൂമോ. പോളിഗോൺ, മൾട്ടി, കൂടുതലുള്ളത് എന്നാണ് കേട്ടോ. അപ്പൊ പോളി, POLY, പോളി, ഇറ്റ്സ് ദ മീനിങ് മൾട്ടി എന്നാണ് അതിന്റെ മീനിങ്. പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഗ്രാജുവേഷന് കഴിഞ്ഞുള്ളത്, അതാണ് പോസ്റ്റ് മോർട്ടം. പോസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രിഫിക്സ് ഉപയോഗിച്ച് പല വേർഡുകളും നമ്മുടെ മെഡിക്കൽ ടെർമിനോളജിയിൽ ഉണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ, മെഡിക്കൽ സയൻസിൽ, മെഡിക്കൽ ഫീൽഡിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ മീനിങ് ഇതാണ്. ആഫ്റ്റർ, ദാറ്റ് മീൻസ് ബിഹൈൻഡ്, അത് കഴിഞ്ഞതിന് ശേഷം. പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ചെയ്യുന്നത്? ആഫ്റ്റർ ഡെത്ത്, മരിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു ക്രിയയാണ്, ആ ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം. അപ്പൊ ആ ഒരു ലെറ്റേഴ്സ് മാത്രം, POST എന്ന് പറയുന്നത് മാത്രം ചേർക്കുമ്പോൾ അത് ആഫ്റ്റർ എന്നാണ് അതിന്റെ മീനിങ് ആയിട്ട് വരിക. പ്രീ എന്താ അറിയാലോ, പ്രീ ഡിഗ്രി, പ്രീലിമിനറി. ഓക്കെ, അത് ബിഫോർ എന്നാണ് അതിന്റെ മീനിങ്. PRO, പ്രോ മീൻസ് ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ്, മുൻപിൽ എന്നൊക്കെ മീനിങ് ആയിട്ടുള്ള പ്രിഫിക്സ് ആണ്. പ്രോക്റ്റ്, PROCT/of, റിലേറ്റിംഗ് ടു റെക്ടം, റെക്ടമുമായി ബന്ധപ്പെട്ടത് എന്നാണ് അർത്ഥം. അപ്പോ PROCT/of, റെക്ടം റിലേറ്റഡ് ആണ്. അടുത്ത PSEUDO, സ്യൂഡോ. P സൈലന്റ് ആണ്, സ്യൂഡോ എന്നാണ് നമ്മളത് പ്രൊനൗൺസ് ചെയ്യുക. സ്യൂഡോ, ദാറ്റ് മീൻസ് ഫേക്ക് എന്നാണ് കേട്ടോ. സ്പെല്ലിംഗ് ഒന്ന് തെറ്റിയേക്കണം, ഫേക്ക് അല്ല, ഫേക്ക് ആണ്. എന്നൊന്ന് മാറ്റി എഴുതാം. സ്യൂഡോ സയൻസ് എന്ന് കേട്ടല്ലേ നമ്മള്, ഫേക്ക് ആയിട്ടുള്ള സയൻസ്. ശാസ്ത്രം എന്ന് പറയുന്നത് പലതും നമ്മൾ തെളിയിച്ച് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കുക, അല്ലെ? അപ്പൊ അത് അല്ലാതെ അതിന് വിരുദ്ധമായിട്ട് ചില ആളുകളൊക്കെ പറയും, അതാണ് ഫേക്ക്. അത് എന്താ പറയാ, സ്യൂഡോ സയൻസ് എന്ന് വിളിക്കും. അപ്പൊ സ്യൂഡോ എന്നതിന്റെ മീനിങ് ഫേക്ക് എന്നാണ്. ഒന്ന് തിരുത്തി എഴുതണം, ടേക്ക് അല്ല, ഫേക്ക് എന്നാണ്. അടുത്ത സൈക്കോ, റിലേറ്റിംഗ് ടു മൈൻഡ്. സൈക്കോ സോഷ്യൽ ഇഷ്യൂസ്, അല്ലെ? നമുക്ക് മാനസികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരെ സൈക്കോളജി, അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ ആ ഒരു വേർഡുകളൊക്കെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് സൈക്കോ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്തിട്ടാണ്. ഇറ്റ്സ് റിലേറ്റിംഗ് ടു മൈൻഡ്. അടുത്തത് PULM, പൾമനോളജി. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ പറയുന്ന പൾമനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അറിയാം. അത് ഉണ്ടാക്കിയിരിക്കുന്ന ആ വേർഡ് പൾമനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായത് PULM/o എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർന്നിട്ടാണ്. ഇറ്റ് ഈസ് മെന്റ് ആസ് റിലേറ്റിംഗ് ടു ലങ്സ്, നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം. ഓക്കെ, PUR, പർ എന്ന് പറയുന്നത് പസ്, റിലേറ്റിംഗ് ടു പസ് ആണ്. പസ് എന്താ പറയാ, പസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇറ്റ്സ് ഒരു ലിക്വിഡ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നിന്നൊക്കെ വല്ല ഇൻഫ്ലമേഷൻസ് ഒക്കെ വന്നപ്പോ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സാധനം, അല്ലെ? ഒരു തരം ലിക്വിഡ് ആണ്. അടുത്ത PYEL, എന്താണ്? പെയ്ലോ അല്ലെങ്കിൽ പെയിൽ. അതിന്റെ കൂടെ /o ഉണ്ട്, റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ്. പെൽവിസ് അല്ലെങ്കിൽ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടത് എന്നർത്ഥം വരുന്നതാണ് പെയ്ലോ. PY/o, അതും എന്താണ്? നമ്മുടെ റിലേറ്റിംഗ് ടു പസ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ PUR എന്ന് പറയുന്നത് അതേ മീനിങ് തന്നെയാണ്. അടുത്ത ക്വാഡർ, QUADR/o, ക്വാഡ്രി അല്ലെങ്കിൽ ക്വാഡ്രോ അല്ലെങ്കിൽ ക്വാഡ് എന്ന് മാത്രമൊക്കെ വരുന്നതിനൊക്കെ FOUR, 4, 4, ക്വാഡ്രിലാറ്ററൽ, 4 വശമുള്ളത് എന്നറിയാലോ. നമ്മൾ നേരത്തെ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചത്. അപ്പൊ ക്വാഡ്രി, ക്വാഡ്, ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്ന? 4 എന്ന മീനിങ് ആയിട്ടുള്ള ഒരു പ്രിഫിക്സ് ആണ്. Then retro, RETR/o, retro means backward, behind, പുറകിലേക്ക് എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ്. റെട്രോ, ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ്. അടുത്ത റിനോ, RHIN/o, റിനോ. ഇറ്റ്സ് റിലേറ്റിംഗ് ടു നോസ്, നമ്മുടെ നാസാദ്വാരങ്ങൾ, അതായത് മൂക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേർഡാണ് റിനോ. നെക്സ്റ്റ് സ്ലീപ്പിംഗ്, ഇറ്റ്സ് റിലേറ്റിംഗ് ടു ട്യൂബ്, ഒരു ട്യൂബുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പേജിൽ നമുക്ക് ഇത്രയും പ്രിഫിക്സുകളാണ്. പക്ഷെ ഇതിൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടത്, പഠിക്കേണ്ടത് ഒന്ന് ടിക്ക് ചെയ്യാം കേട്ടോ.
ആദ്യത്തേത് പാത്ത്. പാത്തോളജി എന്ന് പറയുന്ന വേർഡ് നമ്മളുടെ പഠിക്കുന്ന പല ഭാഗങ്ങളിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടായിരിക്കും. സോ പാത്ത്, പാത്തോ, ഇറ്റ്സ് റിലേറ്റിംഗ് ടു ഡിസീസ്. മാർക്ക് ചെയ്യാം പാത്ത്. അടുത്ത ന്യൂമോ, PNEUM. അതൊന്ന് തിരുത്താൻ ഞാൻ പറഞ്ഞിരുന്നു. PENUM അല്ല, അവിടെ അത് പ്രിന്റ് ചെയ്ത മിസ്റ്റേക്ക് ആണ്. PNEUM എന്ന് പറയുന്ന വേർഡ് ടിക്ക് ചെയ്യുക. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു അസുഖം അല്ലെ, നമ്മുടെ ചെസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ റെസ്പിറേഷൻ അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ലങ്സിനെ സൂചിപ്പിക്കുന്ന ഒരു മീനിങ് ആണ് ആ ന്യൂമോ എന്ന് പറയുന്ന പ്രിഫിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത സ്യൂഡോ മാർക്ക് ചെയ്യുക. ഫേക്ക് ആണ്, തിരുത്തി എഴുതുക. കാരണം അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഫേക്ക് എന്ന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഫേക്ക് എന്ന് തിരുത്തി എഴുതാം. സൈക്കോളജി നമുക്കറിയാവുന്ന വേർഡ് തന്നെയാണ്, അതുകൊണ്ട് അത് മാർക്ക് ചെയ്യാം. പൽം, PULM, റിലേറ്റിംഗ് ടു ലങ്സ്, അത് മാർക്ക് ചെയ്യാം. അപ്പൊ ആ പേജില് 5 എണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? 5 എണ്ണം മാർക്ക് ചെയ്തോ? യെസ്. അടുത്ത പേജിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മളുടെ പ്രിഫിക്സുകൾ കുറച്ചും കൂടി ഉണ്ട്. പ്രിഫിക്സ് മൊത്തം 127 ആണ്. ഈ 127 നമ്മൾ പഠിച്ച് ഇത് മുഴുവനും നമുക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമ്മൾ കണ്ടെത്തുന്നത് നിങ്ങളോട് അടയാളപ്പെടുത്താനായിട്ട് പറയുന്നത്. നമ്മൾ ഇത് മുഴുവനും പഠിച്ചു കഴിഞ്ഞാൽ ഉള്ളത് കൂടി ഇല്ലാതെയാകും അല്ലെ. അതിനേക്കാൾ ഭേദം നമ്മളത് നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള, അത് കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ നമ്മൾ കേട്ടതായിട്ടുള്ള ചില വേർഡുകൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പൾമനോളജി, നമ്മൾ കേട്ടിരിക്കുന്നതാണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേരുമായി കണക്ട് ചെയ്ത്. അപ്പൊ സൈക്കോളജി, അപ്പൊ അതൊക്കെ അങ്ങനത്തെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാം. അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. അടുത്തത് ഡെലേറോ, DELERO/O ആണ്. ഹാർഡ്, റിലേറ്റിംഗ് ടു സ്കെലറ എന്നൊക്കെയാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഹാർഡനിങ് എന്നൊക്കെ പറഞ്ഞ അർത്ഥമാണ് കേട്ടോ. അതായത് നമ്മളുടെ ഈ സ്കെലറ എന്ന് പറയുന്നത് നമ്മുടെ ഈ എന്താ പറയാ സ്കിന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹാർഡ് ആവൂലേ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേർഡാണ്. അതുകൊണ്ടാണ് ഹാർഡ് എന്നാണ് അതിന്റെ മീനിങ് വരാം. അത് സ്കിന്ന് റിലേറ്റഡ് ആയിട്ട് അതിന്റെ കൂടെ ഒരു വേർഡ് ചേർക്കുമ്പോൾ അത് വേറെ വേർഡായി മാറും. സ്കെലറോസിസ് എന്ന് പറയുന്ന ഒരു വേർഡാണ് ഇന്ന് ഡിറൈവ് ചെയ്ത് എടുത്തിങ്ങനെ. പക്ഷെ അതൊന്നും നമുക്ക് പഠിക്കാനില്ല, ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ. സ്കെലറോസിസ് എന്ന് പറയുന്നത് ഹാർഡനിങ് ഓഫ് അവർ സ്കിൻ. നമ്മുടെ ഈ ഇവിടെയൊക്കെ ഇങ്ങനെ തഴമ്പോ അങ്ങനെയൊക്കെ വരില്ലേ, ഭയങ്കരമായിട്ട് ഹാർഡായി പോവുക ഏതെങ്കിലുമൊക്കെ സ്കിന്നിന്റെ ഭാഗം, അതൊക്കെയാണ്. അപ്പൊ ഡെലറോ അതിന്റെ അർത്ഥം ഹാർഡ് എന്നാണ്. അതിന്റെ കൂടെ വേർഡ് കണക്ട് ചെയ്ത് പറയുന്നു മാത്രം. സെമി, ഹാഫ് എന്നാണ് അർത്ഥം. സെമി സർക്കിൾ, സെമി എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്ന വേർഡ് തന്നെയാണ്. സെമി, ഹാഫ് അല്ലെങ്കിൽ പാർഷ്യൽ, ഒരു ഭാഗം എന്നൊക്കെ അർത്ഥമുണ്ട്. സബ്, അണ്ടർ, സംവാട്ട്, സബ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ തരം താഴ്ന്നത് എന്നൊക്കെ, നിലവാരം കുറഞ്ഞത്. സബ്, അണ്ടർ എന്നാണ് അതിന്റെ മീനിങ് ആയിട്ട് വരാം. അടുത്ത സൂപ്പർ, ദാറ്റ് മീൻസ് അബവ്, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സൂപ്പർ. അബവ്, അബാൻഡൻഡ്, അതുപോലെ തന്നെ മോർ ദാൻ നോർമൽ, നമ്മളുടെ സാധാരണ ഉള്ള ആവറേജിൽ നിന്നും കൂടുതൽ മുകളിലേക്കുള്ളതിനെയാണ് നമ്മൾ സൂപ്പർ എന്ന് വിളിക്കുക അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോഴോ ഇതൊക്കെ ഒരു ആവറേജ് ഉണ്ട്, നമ്മൾ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ എന്തെങ്കിലും അതിൽ നോർമലിൽ നിന്ന് കുറച്ചുകൂടി നന്നായി ചെളിതേക്കുന്നത് കാണുമ്പോൾ നമ്മൾ അതിനെ സൂപ്പർ എന്ന് വിളിക്കുമല്ലോ. അതൊക്കെ തന്നെ ഇവിടെയും അവർ ഉപയോഗിക്കുന്ന, ഇവര് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ് സൂപ്പർ. സുപ്ര, അതിനേക്കാൾ എബവ് ആണ്. സുപ്ര, എബവ് തന്നെയാണ് കൂടുതൽ നല്ലത് എന്നാണ്. ടാക്കി, TACHY, സ്പീഡി എന്നാണ് അതിന്റെ മീനിങ് വരെ. ടാക്കി എന്നതിന്റെ മീനിങ് സ്പീഡി. തെർമ്, തെർമോമീറ്റർ, ഇറ്റ്സ് റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള സാധനമാണ്. അതുകൊണ്ട് തെർമ് എന്ന് പറയുന്നതിന്റെ മീനിങ് റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ എന്നാണ്. അടുത്തത് തൊറാക്ക്, THORAC, തൊറാക്ക്, റിലേറ്റിംഗ് ടു അവർ ചെസ്റ്റ്, നെഞ്ചുമായിട്ട് അല്ലെ, നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ് തൊറാക്ക്. /O ഉണ്ട്. ട്രാൻസ്, ഇൻ ദ ടു അതർ സൈഡ്, മറ്റൊരു വശത്തേക്ക് എന്നൊക്കെയാണ് ട്രാൻസ്. തിരിച്ചു കിടത്താനൊക്കെ ഇപ്പൊ പേഷ്യൻസ് ഒക്കെ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോ തിരിച്ചു കിടത്താൻ അതിനൊക്കെ ചിലപ്പോൾ അവരതായിരിക്കും ഉപയോഗിക്കുക കേട്ടോ. ട്രൈ കളർ, 3 എന്നാണ് അർത്ഥം അല്ലെ, 3 എന്നർത്ഥം വരുന്നതാണ് TRI, ട്രീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കളർന്നോ ട്രൈ കളർന്നൊക്കെ പറയും. UNI, UNI, യുണീക്ക്,
വൺ അല്ലെ, ഒറ്റപ്പെട്ടത്, ഒന്ന് എന്നൊക്കെയാണ്. യൂണിക്കിന്റെ മീനിങ് ഒറ്റപ്പെട്ടത്, മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ളത്, മാച്ച് ചെയ്യാൻ പറ്റുന്ന വേറൊന്നുമില്ല, അതാണ് യൂണിക് എന്നതിന്റെ മീനിങ്. പക്ഷെ ഇവിടെ യൂണി മീൻസ് വൺ എന്നാണ്, ഒന്ന് എന്നർത്ഥം. വാസ്, വെസൽ, വാസൽ, അതായത് എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ അവര് കുറിച്ച് പറയുമ്പോൾ ഒരു വെസലിന് പകരം വാസ് അല്ലെങ്കിൽ സ്ലാഷ് ഓ, വാസ് ഓ എന്ന് ഉപയോഗിക്കാറുണ്ട്. വെസൽ എന്നാണ് അതിന്റെ മീനിങ് വരിക. ഓക്കെ, അപ്പൊ ഇത്രയും പ്രിഫിക്സുകൾ 127 എണ്ണം ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതൊന്ന് മാർക്ക് ചെയ്തേക്കാം കേട്ടോ. സെമി ഒന്ന് മാർക്ക് ചെയ്തേക്കാം, സെമി. പിന്നെ തെർമ് റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ, തെർമോമീറ്റർ, നമുക്കത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതായതുകൊണ്ട് തെർമ് എന്ന് പറയുന്നത് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, തെർമോമീറ്റർ. അപ്പൊ റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ദെൻ TRI, ട്രൈ, 3. അത് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, ഇത് ഹോസ്പിറ്റൽ മെഡിക്കൽ ഫീൽഡുകാർ മാത്രമല്ല എല്ലാവരെയും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് തന്നെയാണ്. അതുകൊണ്ട് 3 അത് മാർക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ദാറ്റ് വാസ് ദ പ്രിഫിക്സസ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള പ്രിഫിക്സുകൾ അത്രയൊക്കെയാണ്. റെഫർ ചെയ്യുക. കൂടാതെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു, അത് മാർക്ക് ചെയ്തേക്കുന്നത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ക്ലിയർ? അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വേർഡുകളില് പിൻഭാഗത്ത്, അതായത് റൂട്ട് വേർഡിന് ശേഷം അവർ ഉപയോഗിക്കുന്ന ചില അക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്ഷരം ഒക്കെ ഉണ്ട്. അതിനെയാണ് നമ്മൾ എൻഡ് പാർട്ട് ഓഫ് ദ വേർഡിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന ലെറ്റേഴ്സ്, ഇറ്റ് ഈസ് കോൾഡ് സഫിക്സ്. അതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് വിളിക്കുക. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് സഫിക്സുകളും അതിന്റെ മീനിങ്ങുമാണ്. ഓക്കെ ഓക്കെ അല്ലേ? ഇതെല്ലാം ഞങ്ങൾ എങ്ങനെ പഠിക്കുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുകയാണ്. അതിനാണ് നിങ്ങൾക്ക് കുറച്ച് ഇത് മാർക്ക് ചെയ്ത് തരുന്നത്. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് എടുത്തു പോകുക, എന്തെങ്കിലും നിങ്ങൾ ഇഷ്ടമുള്ളത് പഠിക്കട്ടെ എന്ന് വിചാരിക്കായിരുന്നല്ലോ. എന്തെങ്കിലുമൊക്കെ പഠിക്കണം നിങ്ങൾ, അതിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. കുറച്ചാകുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നും. എല്ലാം കൂടി നമ്മൾ ചിലപ്പോ ഇതൊക്കെ മുഴുവൻ പഠിക്കുകയും അപ്പൊ നമുക്ക് മടി തോന്നും. ഓക്കെ, സഫിക്സ് അതിന്റെ മീനിങ് ആണ്. ആദ്യത്തെ സഫിക്സ് ആൽജിയ, ALGIA എന്ന് വെച്ചാൽ അതിന്റെ മുമ്പിൽ ഒരു ഡാഷിന്റെ കട എന്ന് വെച്ചാൽ അവിടെ ഒരു വേർഡ് ഉണ്ട്. ആ വേർഡ് കഴിഞ്ഞിട്ട് ഒരു ആൽജിയ വരുമ്പോ അത് ഇറ്റ്സ് റിലേറ്റിംഗ് ടു പെയിൻ, നമുക്ക് എന്താ പറയാ വേദനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പെയിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വേർഡാണ് ആൽജിയ എന്ന് പറയുന്നത്. ആൽജിയന്റെ മാത്രം, ആ സഫിക്സിന്റെ മാത്രം മീനിങ് ആണല്ലോ ആൽജിയ. അതിന്റെ മുമ്പിൽ വേറെ ഏതെങ്കിലുമൊക്കെ വേർഡുകൾ വരുമ്പോ അതനുസരിച്ച് ആ വേർഡിന് മാറ്റം വരും. ഓക്കെ, അതാണ്. എടുത്തത് ആസ്തൻ, ASTHEN, ആസ്തൻ, ഫീബിൾനെസ് എന്നാണ് അതിന്റെ മീനിങ്, ഫീബിൾനെസ് എന്ന് പറയുന്നത്. അടുത്തത് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് അത് ഇമ്മെച്യൂർ സെല്ലാണ്. അതായത് സെല്ലിന് ആവശ്യത്തിന് എന്താ പറയാ മെച്യൂരിറ്റി ഇല്ലാതെ വരിക, അതാണ്. അതായത് കോശങ്ങളെ അതിന് രൂപീകൃതമാകുന്നതിന് ഓരോ സ്റ്റേജസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ ആവശ്യത്തിന് മെച്യൂരിറ്റി ഇല്ലാത്ത സെൽ, ബ്ലാസ്റ്റ് എന്നാണ് അതിന്റെ വേർഡ് സഫിക്സ് ഉപയോഗിക്കുക. അതിന്റെ മീനിങ് ഇമ്മെച്യൂർ സെൽ എന്നാണ്. അടുത്തത് സെലി, CELE, ഇറ്റ്സ് റിലേറ്റിംഗ് ടു ട്യൂമർ ഓർ സ്വെല്ലിംഗ്. ഈ ട്യൂമർ കുറഞ്ഞ മുഴ അല്ലെങ്കിൽ ഈ നീർക്കെട്ട് ഒക്കെ വരുമല്ലോ, അതാണ് സ്വെല്ലിങ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവര് സഫിക്സ് ഉപയോഗിച്ചിരിക്കുന്നത്, CELE, സെലി, ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ട്യൂമർ ഓർ സ്വെല്ലിംഗ്. അടുത്തത് സെൻറ്റസിസ്, CENTESIS. It's the relating to a procedure in which organ or body cavity is punctured, often to drain surplus fluid to get a sample for analysis. അതായത് നമ്മളുടെ ബോഡിയിലെ ഏതെങ്കിലും ഒരു ഓർഗനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ക്യാവിറ്റിയോ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് വന്നു കഴിയുമ്പോഴേ എന്താ പറയാ ഇഞ്ചുറീസ്, പങ്ക്ചേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഫ്ലൂയിഡ് ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, നിത്യമൊക്കെ കളയുമല്ലോ, ഡ്രെയിൻ ചെയ്തൊക്കെ കളയും. അത് എന്നിട്ട് അനാലിസിസിന് സാമ്പിൾ ആയിട്ടൊക്കെ ചിലപ്പോൾ എടുക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേം, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് ആണ് സെൻറ്റസിസ് എന്ന് പറയുന്നത്. അപ്പൊ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു കട്ടിങ്സ്, പങ്ക്ചേഴ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലൂയിഡ് ഒക്കെ ഞെക്കി അത് ഡ്രെയിൻ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് സാമ്പിൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠനങ്ങൾക്കായിരിക്കും എടുക്കുമ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡ് സഫിക്സ് മീനിങ് ആണ് സെൻറ്റസിസ് എന്ന് പറയുന്നത്. അടുത്തത് സൈറ്റ്, നമുക്കറിയാവുന്നതാണ്. സൈറ്റോളജി, CYTE, സെൽ റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങൾക്കാണ് സൈറ്റോളജി എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് സൈറ്റ്. അപ്പൊ ഈ CYTE എന്ന് പറയുന്നത് സെല്ലാണ്. ഓക്കെ,
അടുത്ത എക്ടോണമി. എക്ടോമി എന്ന് പറയുന്നത് സർജിക്കൽ റിമൂവൽ ഓഫ്, അതിനെ സൂചിപ്പിക്കാനാണ്. എക്ടോമി സർജിക്കൽ റിമൂവൽ ഓഫ്, സർജറിയിലൂടെ ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് EMIA, EMIA, റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്. അതായത് ബ്ലഡില് ഉണ്ടാകുന്ന എന്തെങ്കിലും സബ്സ്റ്റൻസ്, അതിന്റെ ഒരു സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് ആണ് EMIA, EMIA എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് അനീമിയ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അനീമിയ. അപ്പൊ അനി എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ കൂടെ അതിന് മുമ്പിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തുപയോഗിക്കുന്നു, EMIA എന്ന് ഉപയോഗിക്കുമ്പോൾ അത് അനീമിയ എന്ന് പറയുന്ന വേർഡായി മാറും. നമ്മുടെ എന്താ പറയാ റെഡ് ബ്ലഡ് സെൽസിന്റെ ഒരു കുറവ്, അതായത് എന്താ പറയാ സഫീഷ്യന്റ് ആയിട്ട് ആവശ്യത്തിന് റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ അവർ വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് EMIA, EMIA, റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ബ്ലഡ്. ബ്ലഡിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും സബ്സ്റ്റൻസിന്റെ പ്രസൻസ് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് EMIA എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട സഫിക്സ് ഇതാണ്. ഒന്നാമത്തേത് ആൽജിയ, റിലേറ്റിംഗ് ടു പെയിൻ, റിലേറ്റിംഗ് ടു പെയിൻ. അടുത്തത് സെലി, CELE, റിലേറ്റിംഗ് ടു ട്യൂമർ ഓർ സ്വെല്ലിംഗ്, ട്യൂമർ ഓർ സ്വെല്ലിംഗ്. അടുത്തത് സൈറ്റ്, CYTE, സെൽ റിലേറ്റഡ് ആണ്. സെല്ല് നമുക്കറിയാവുന്ന വേർഡാണ് അത്. അതുകൊണ്ട് ലെങ്കോസൈറ്റ് എന്ന് പറയുന്നത് WBC, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ പേരാണ്. അപ്പൊ അതുകൊണ്ട് ലെങ്കോസൈറ്റ് എന്ന് പറയാറുണ്ട്. അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഇതിപ്പോ നമുക്ക് അതിന്റെ അതെന്ത് അതിന് എക്സാമ്പിൾ ഒന്നും നമുക്ക് പറയാനില്ല. എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് എല്ലാത്തിനും. ഇപ്പൊ ലെങ്കോസൈറ്റ് സെൽ റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ മീനിങ് വരുന്ന ഒരു വേർഡ്, സഫിക്സ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേർഡ് ലെങ്കോസൈറ്റ് ആണ്. അനീമിയ, ആ അനീമിയ എന്ന് പറയുന്ന ഒരു വേർഡ് EMIA എന്ന് പറയുന്ന സഫിക്സ് ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു വേർഡിന് എക്സാമ്പിൾ നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അടുത്ത EMIA, അത് റിലേറ്റിംഗ് ടു പ്രസൻസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ബ്ലഡ്. അപ്പൊ 4 എണ്ണമാണ് മാർക്ക് ചെയ്തേ സഫിക്സില്, ഈ പേജില് 4 എണ്ണം. ആൽജിയ, സെലി, സൈറ്റ് ആൻഡ് EMIA. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത പേജിലേക്ക് പോകാം. ജെനിക്, GENIC, ജെനിക്. റിസൾട്ടിങ് എന്നാണ് അതിന്റെ മീനിങ്. റിസൾട്ടിങ്, അതിന്റെ എന്താ പറയാ, അതിന് പ്രതിഫലമായി അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട്, അതിൽ ആ ഇന്ന കാര്യമാണ് അതിന്റെ റിസൾട്ട് ആയിട്ട് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന സഫിക്സ് ആണ് ജെനിക്. ഗ്രാം, റെക്കോർഡാണ്. ഗ്രാം, GRAM, ആൻജിയോഗ്രാം അല്ലെ എന്ന് പറയുമ്പോ ആൻജിയോ എന്ന് പറയുന്നതിന്റെ കൂടിയാണ് ആ ഗ്രാം ചേർത്തത്. എന്ന് വെച്ചാൽ ആൻജിയോഗ്രാം ചെയ്തതിനു ശേഷം അതിന്റെ ആ ഒരു എന്തിനോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക്, അല്ലെ? നമ്മുടെ ആൻജിയോഗ്രാം ഒക്കെ എടുക്കുന്നത് ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് രീതിയാണ്. അപ്പൊ അതിന്റെ റെക്കോർഡ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഗ്രാം എന്നതിന്റെ മീനിങ് ആണ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഗ്രാം, റെക്കോർഡർ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്. റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു ഡിവൈസ്, അതിനെയാണ് ഗ്രാഫ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഗ്രാഫ് എന്ന് പറയുന്ന സഫിക്സിന്റെ മീനിങ് റെക്കോർഡ് ഓർ ഡിവൈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്. റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്തെങ്കിലും ഡിവൈസ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഉപകരണം. അടുത്ത ITIS, ആർത്രൈറ്റിസ്, സ്വെല്ലിംഗ് ആണ്. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഈ ലെസൺ തുടങ്ങിയപ്പോ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോ നമ്മൾ പറഞ്ഞിരുന്നു. ആർത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്, അതായത് നമ്മുടെ സന്ധിവാതം, നമ്മുടെ ജോയിന്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ സ്വെല്ലിങ്ങോ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാകും. അതൊരു തരം അസുഖമാണ്, ആർത്രൈറ്റിസ് എന്നതിനെ പറയും. അപ്പൊ ITIS എന്ന് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്, എക്സാമ്പിൾസ് ആണ്. നമുക്ക് എക്സാമ്പിൾസ് പഠിക്കാനില്ല, നമ്മൾ ആ വേർഡും അതിന്റെ ഒരു മീനിങ്ങും. അപ്പൊ ITIS എന്നത് പറയുന്ന സഫിക്സിന്റെ മീനിങ് സ്വെല്ലിംഗ് എന്നാണ്. അടുത്തത് LYSIS അല്ലെ, പാരലൈസിസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഡിക്ലൈൻ, ഡിസിന്റഗ്രേഷൻ, ഡിസ്ട്രക്ഷൻ, തകർന്നു പോവുക അല്ലെ. പാരലൈസിസ് എന്ന് പറഞ്ഞാൽ പാരലൈസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ഒരു വശമൊക്കെ മുഴുവനായിട്ട് മൊത്തത്തിലൊക്കെ തളർന്നു പോകുക അല്ലെങ്കിൽ ആകെ തളർന്നു പോകുക. എന്താ പറയാ, ഒരു ചിലപ്പോ സംസാരശേഷി അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മൊത്തത്തിൽ തളർന്നു പോകുന്ന ഒരു അവസ്ഥ. ഓക്കെ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ആ വേർഡ് സഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. LYSIS, ഡിസ്ട്രക്ഷൻ, ഡിക്ലൈൻ, അത് ആണ് അതിന്റെ മീനിങ്. അടുത്ത MEGALY, മെഗാലി, എക്സ്പാൻഷൻ ഓഫ് എന്നാണ്. അതായത് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വികസിതമായത്, കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തത് എന്നൊക്കെ അർത്ഥം.
ഓളജി നമ്മള് പാത്തോളജി, ഓങ്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് സയൻസ്. ഒരു എന്താ പറയുക, ആ ഒരു പ്രത്യേക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടത്, എന്തെങ്കിലും പുതിയ കാര്യത്തെ കുറിച്ച് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശാസ്ത്രമാണ്. പാത്തോളജി ഡിസീസസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സയൻസ് ആണ്. ഓങ്കോളജി ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സയൻസ് ആണ്, അല്ലെ, സയന്റിഫിക് ഫീൽഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഓളജി സയൻസ് ഓഫ് എന്നാണ് ഇതിന്റെ മീനിങ്. OMA ഓമാർ, ട്യൂമർ എന്നാണ് ഇതിന്റെ മീനിങ്. OMA ട്യൂമർ. OSIS ഓസേസ് റിലേറ്റിംഗ് ടു ഡിസീസ് പ്രോസസ്. ഓക്കെ, എന്തെങ്കിലും ഡിസീസസിന്റെ പ്രോസസ്സിനെയാണ് നമ്മൾ OSIS എന്ന് പറയുന്ന സഫിക്സ് കൊണ്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ഓസ്റ്റോമി, OSTOMY സർജിക്കൽ ക്രിയേഷൻ ഓഫ് ആൻ ഓപ്പണിംഗ് ഓർ ഹോൾ. അതായത് ഒരു എന്തെങ്കിലും സർജറിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഹോൾ ഉണ്ടാക്കുക, അതാണ് OSTOMY എന്ന് പറയുന്ന ഓസ്റ്റോമി എന്ന് പറയുന്നതിന്റെ മീനിങ്. ഓട്ടോമി ഉണ്ട്, OTOMY സർജിക്കൽ ഇൻസിഷൻ ആണ്. അതായത് സർജറിയോട് ഇങ്ങനെ ഉള്ളിലേക്ക് എന്തെങ്കിലുമൊക്കെ കേറ്റില്ലേ, അതാണ് എന്താ പറയാ ഇൻസിഷൻ. അടുത്തത് പാക്ടി ആണ്, സിസ്റ്റം ഫോർ ഡിസീസ് ട്രീറ്റിംഗ്. അതായത് നമ്മളുടെ എന്തെങ്കിലും രോഗം വരുമ്പോൾ ആ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കണ്ടേ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പാക്ടി. പാത്തോ എന്ന് പറയുന്നത് ഡിസീസ് റിലേറ്റഡ് ആണെങ്കിൽ ഡിസീസ് അല്ലെങ്കിൽ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ്. എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിയുമ്പോൾ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, അതിനാണ് പാക്ടി. പാത്തോയും പാക്ടിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പാത്തോ എന്ന് പറയുന്നത് ഡിസീസ് റിലേറ്റഡ് ആണെങ്കിൽ ഇത് ഡിസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് പാക്ടി. ഫാഗിയ, ഫാഗിയ എന്ന് പറഞ്ഞാൽ എന്താ, PHAGIA റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സ്വോളോയിങ്. നമ്മൾ കഴിക്കുക, ഇപ്പൊ മരുന്ന് കഴിക്കാനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര സമയത്ത് മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഡോക്ടർ നഴ്സിനൊക്കെ എഴുതി കൊടുക്കുമ്പോൾ ആ വാക്കായിരിക്കും അവർ ഉപയോഗിക്കുക. നമുക്കില്ല, നമുക്ക് വരുമ്പോൾ 1 വീതം 3 നേരം കഴിക്കുക, 1 വീതം 2 നേരം കഴിക്കുക, അത് കറക്റ്റ് ആയിട്ട് അവര് എഴുതി വെച്ചിട്ടുണ്ട്. അവര് ഇവിടെ അവര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ PHAGIA റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സ്വോളോയിങ്, വിഴുങ്ങുക എന്നൊക്കെയാണ്. അടുത്ത PHASIA ഫാസിയ, സ്പീച്ചുമായി ബന്ധപ്പെട്ടത്, സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഫാസിയ. ഫോബിയ റിലേറ്റിംഗ് ടു ഇറാഷണൽ ഫിയർ. ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിനോട് പേടി വരൂലേ, ആ പേടിയിലൊക്കെ സൂചിപ്പിക്കാനുള്ള വേർഡിന്റെ അറ്റത്ത് ഫോട്ടോഫോബിയ അല്ലെ, അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഫോബിയ എന്ന് പറയുന്നത് ഒരു തരം പേടിയാണ്, ചില പ്രത്യേക സാധനങ്ങളോടുള്ള പേടി. ചിലപ്പോൾ ചിലർക്ക് ഹൈറ്റിലേക്ക് കയറാൻ പേടി, അല്ലെ, കാഴ്ചയിലേക്ക് നോക്കാൻ പേടി. ഒത്തിരി പേടികൾ പല പല രീതിയിലുണ്ട് ഓരോരുത്തർക്കും. അപ്പൊ പല ആളുകൾക്കും പല രീതിയിലാണ്. അതെ, ഹൈഡ്രോഫോബിയ, വെള്ളത്തിലൊക്കെ പേടി, അങ്ങനെയൊക്കെ ഉണ്ട്, ഒത്തിരി പേടികളുണ്ട്. അടുത്ത പ്ലാസ്റ്റി. പ്ലാസ്റ്റി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റി എന്ന് പറയുന്നത് ഉപയോഗിക്കാം. പ്ലീജിയ, PLEGIA പാരാലിസിസ്, നമ്മൾ നേരത്തെ പറഞ്ഞ തളർന്നു പോകുന്ന ഒരു അവസ്ഥ, പ്ലീജിയ എന്ന് പറയുന്നതും അതിന്റെ മീനിങ് ആണ്. അടുത്തത് നിയ, PNEA റിലേറ്റിംഗ് ടു ബ്രീത്തിങ്, നമ്മുടെ ശ്വാസം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിയ. അടുത്തത് പ്റ്റോസിസ്, അതായത് ഡ്രൂപ്പിംഗ്, ഭയങ്കര ഡ്രൂപ്പിംഗ് ആയിട്ട്, അതായത് സാഡ് ആയിട്ട് എന്നൊക്കെ ഉള്ള മീനിങ് ആണ് അതിന് വരിക. അടുത്തത് RRHAGE, അതായത് അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓഫ് ഓർ ഡിസ്ചാർജ്, കൂടുതലായിട്ട് അമിതമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ റേജ് RRHAGE എന്ന് പറയുന്നത്. അൺയൂഷ്വൽ അല്ലെങ്കിൽ എക്സസീവ്, ഓവർഫ്ലോ, അതൊക്കെയാണ്. അടുത്തത് അറേജിയ, RRHAGIA അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓഫ് ഡിസ്ചാർജ്. രണ്ടും വേണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്നുണ്ട്, IAയും ഉപയോഗിക്കുന്നുണ്ട്, GEയും ഉപയോഗിക്കുന്നുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു പേജിലുള്ള നമ്മളുടെ സഫിക്സ് രൂപങ്ങൾ. ഇനി നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്, ടിക്ക് ചെയ്യാം ITIS, ഫസ്റ്റ് പേജിൽ നമ്മൾ കണ്ടതാണ്. ആർത്രൈറ്റിസ് അതിനൊരു ഉദാഹരണമാണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ടിക്ക് ചെയ്യാം. അടുത്തത് ഓളജി, OLOGY സയൻസ് ഓഫ്, ശാസ്ത്രം, ഓളജി. നെക്സ്റ്റ് ഫോബിയ. ഫോബിയ ഒക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോട്ടോഫോബിയ, അതിന് ഒരു ഉദാഹരണം ഫോട്ടോഫോബിയ ആണ്, പേടി എന്നാണ് അർത്ഥം. പ്ലാസ്റ്റി, പ്ലാസ്റ്റിക് സർജറി മീനിങ് ആണ് പ്ലാസ്റ്റി. നെക്സ്റ്റ് പ്ലീജിയ, PLEGIA പാരാലിസിസ്. അടുത്തത് ടോസിസ്, PTOSIS ഡ്രൂപ്പിംഗ്. നെഫ്രോട്ടിസ്,
ടോസിസ് ആണ് PTOSIS എന്ന് പറയുന്നത് ഡ്രൂപ്പിംഗ് എന്ന് പറയുന്ന മീനിങ് ആണ്. ഓക്കെ, അത്രയാണ് ആ പേജിൽ പഠിക്കാനുള്ളത്. എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണം മാർക്ക് ചെയ്തു? ITIS, OLOGY, ഫോബിയ, പ്ലാസ്റ്റി, പ്ലീജിയ ആൻഡ് ടോസിസ് ആണ്. 6 എണ്ണം മാർക്ക് ചെയ്തു. ഓക്കെ, ഓക്കെ, അടുത്തത് എന്താന്ന് നോക്കാം നമുക്ക്. RRHAPHY റാപ്പി എന്ന് പറയുന്നത് സെക്യൂർ ഓഫ് അല്ലെങ്കിൽ റിപ്പയർ ഒക്കെ ചെയ്യുന്നതുമായിട്ട് അതിനകത്ത് എളുപ്പം പഠിക്കാൻ പറ്റുന്ന മീനിങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. എളുപ്പം പഠിക്കാൻ പറ്റുന്ന മീനിങ് കേട്ടാ. RRHAPHY അതായത് നമുക്ക് തന്നിരിക്കുന്നതിൽ നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറഞ്ഞതിൽ എളുപ്പം പഠിക്കാൻ പറ്റുന്ന മീനിങ്. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട മീനിങ് ഉള്ളതേ തരുള്ളൂ. 2-3 ഓപ്ഷൻസ് മീനിങ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് അതിനകത്ത് വന്നിട്ടില്ല. ഓക്കെ, അടുത്തത് RRHEA ഫ്ലോ ഡിസ്ചാർജ്. നേരത്തെ പറഞ്ഞതിനകത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു വേർഡ് തന്നെയാണ് ഡിസ്ചാർജ്. ഫ്ലോ ഇങ്ങനെ ഒഴുകുക എന്നൊക്കെ ഉള്ളതിന് ഒരു എന്താ പറയാ മീനിങ് ആയിട്ടുള്ള സഫിക്സ് ആണ്. അടുത്ത സ്കോപ്പ്. ഡയറിയ ഒക്കെ അങ്ങനെ വരുന്നതാണ്. നമുക്കറിയാലോ ഡയറിയ എന്താന്ന് അറിയാം എല്ലാവർക്കും. അപ്പൊ അത് അങ്ങനെ ഒരു ഉണ്ടാക്കിയിരിക്കുന്ന വേർഡാണ്. ഫ്ലോ ഒരു ഓവർ ഫ്ലോ ആണ്. നമ്മൾ കൺട്രോൾഡ് അല്ലാത്ത രീതിയിൽ നമ്മൾക്ക് അങ്ങനെ വരുന്നത് ഇതിനെയും സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ആ ഒരു സഫിക്സ് ഉപയോഗിക്കാം. RRHEA. സ്കോപ്പ് ഡിവൈസ് ഫോർ എക്സാമിനേഷൻ. എന്തെങ്കിലും നമുക്ക് എക്സാമിൻ ചെയ്യാൻ പരിശോധിക്കാൻ. സ്റ്റെതസ്കോപ്പ് അതിനൊരു എക്സാമ്പിൾ ആണ്. സ്റ്റെതസ്കോപ്പ് അല്ലെ, നമ്മുടെ ഇങ്ങനെയൊക്കെ പരിശോധിച്ച് നോക്കൂല്ലോ ഡോക്ടേഴ്സ്. അപ്പൊ അതൊരു ഡിവൈസ് ആണ്. അപ്പൊ സ്കോപ്പ് SCOPE എന്ന് പറയുന്ന ഒരു വേർഡ് അത് ഉപയോഗിച്ച് അവര് സഫിക്സ് ഉണ്ടാക്കി എന്താണ് വേറെ ഏതെങ്കിലും റൂട്ട് വേർഡ് ചേർക്കുമ്പോൾ അത് വേറൊരു വേർഡായി മാറും. സ്കോപ്പി എക്സാമിനേഷൻ വിത്ത് ഡിവൈസ്. ആ ഒരു ഉപകരണം ഉപയോഗിച്ച് എക്സാമിൻ ചെയ്യുന്ന പ്രോസസ് അതിനെയാണ് സ്കോപ്പി എന്ന് വിളിക്കുക കേട്ടാ. എൻഡോസ്കോപ്പി കേട്ടിട്ടുണ്ടല്ലോ. എൻഡോസ്കോപ്പി ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമ്മുടെ വയറിനകത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അല്ലെ. ആ ഒരു പ്രോസസ് അതിനെയാണ് എൻഡോസ്കോപ്പി എന്ന് വിളിക്കുക. അപ്പൊ എൻഡോസ്കോപ്പി അതിനൊരു ഉദാഹരണമാണ്. SIS എ പ്രോസസ്, ആക്ഷൻ ഓർ കണ്ടീഷൻ. എന്തെങ്കിലും ഒരു പ്രൊസീജിയർ, ഒരു ആക്ഷൻ, ഒരു അവസ്ഥ അതിനെയാണ് SIS. പാരലിസിസ് എന്ന് പറയുന്നതിന് വീണ്ടും നമുക്ക് പറയാം അതിൽ തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, അതാണ് SIS എന്ന് പറയുന്ന സഫിക്സ് കൊണ്ട് ഉപയോഗിക്കുന്നത്. TAXIS ടാക്സിസ് അറേഞ്ച്മെന്റ്, ഓർഡർ, ഒരു എന്താ പറയാ ഒരു ക്രമം, അതാണ് അറേഞ്ച്മെന്റ്. അടുത്ത ട്രോഫിക് റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ, പോഷകാഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ട്രോഫിക് എന്ന് പറയുന്ന സഫിക്സ്. URIA യൂറിയ എന്താണ് റിലേറ്റിംഗ് ടു ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് യൂറിൻ ഓർ കണ്ടീഷൻ സോ ഇൻഡിക്കേറ്റഡ്. യൂറിനുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടമുള്ളത് അങ്ങനത്തെ ഒരു സബ്സ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് URIA യൂറിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വേർഡുകൾ കൊണ്ട് നമ്മുടെ സഫിക്സുകൾ തീർന്നു. പ്രിഫിക്സ് ആയിരുന്നു കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നത്. സഫിക്സ് ആകെ 37 എണ്ണുള്ളൂ. ഇനി അതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത് 1 സ്കോപ്പ്, 2 സ്കോപ്പി. രണ്ടും എളുപ്പമുള്ളതാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ് എന്താ പറയാ സ്കോപ്പ് എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന സാധനം എന്താ ഒരു ഉപകരണമാണ് അല്ലെ. മൈക്രോസ്കോപ്പ് സൂക്ഷ്മജീവികളെ കണ്ടെത്താനുള്ളതാണ് മൈക്രോസ്കോപ്പ്. അതൊക്കെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം നിങ്ങൾ പഠിക്കുമ്പോൾ. അത് ഇറ്റ്സ് എ ഡിവൈസ് ഫോർ എക്സാമിനേഷൻ. എന്തെങ്കിലും വസ്തുക്കളെ കണ്ടുപിടിക്കാൻ പരിശോധിക്കാനൊക്കെ വേണ്ടിയുള്ള ഉപകരണങ്ങളുടെ കൂടെയാണ് നമ്മൾ ഈ സ്കോപ്പ് ഉപയോഗിക്കുക. മൈക്രോസ്കോപ്പ്, സ്റ്റെതസ്കോപ്പ് ഒക്കെ. സ്കോപ്പി എന്ന് പറയുന്ന ആ പ്രോസസ്സാണ്. ആ ചെയ്യുന്ന പ്രോസസ്സിന് എന്തെങ്കിലും ആ ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന പ്രോസസ് എൻഡോസ്കോപ്പി അതിന് ഉദാഹരണമാണ്. പിന്നെ എന്താ ട്രോഫിക് TROPHIC റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ. അപ്പൊ 3 എണ്ണേ ഉള്ളൂ. 37 വരെയുള്ളതിൽ കേട്ടോ 3 എണ്ണം മാർക്ക് ചെയ്തോ. 3 എണ്ണം ഇതില്ലേ ഏതാ ഒന്നുകൂടി പറയണോ? അടയാളപ്പെടുത്താൻ പറഞ്ഞതാ. സ്കോപ്പ്, സ്കോപ്പി ആൻഡ് ട്രോഫിക്. 3 എണ്ണേ ഉള്ളൂ. സ്കോപ്പ്, സ്കോപ്പി ആൻഡ് ട്രോഫിക്. അടുത്തത് നമുക്ക് റൂട്ട് വേർഡ്സ് ആണ്. ഇനി മെയിൻ പാർട്ട് ഓഫ് ദ
വേർഡ്. അതായത് നമ്മൾ പറഞ്ഞു മുമ്പിൽ ചേർക്കുമ്പോ പ്രിഫിക്സ് എന്ന് പറയും, വേർഡ് കഴിഞ്ഞിട്ട് ചേർക്കുന്ന ആ ഒരു ലെറ്റർ എന്താ പറയാ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ലെറ്ററിനെ നമ്മൾ സഫിക്സ് എന്ന് വിളിക്കും. എന്നാൽ ഇതിനെല്ലാം ചേർക്കുന്നത് ഏതെങ്കിലും ഒരു വേർഡിന്റെ ഒരു പ്രത്യേക മെയിൻ പാർട്ട് ഓഫ് ദ വേർഡ് എന്നാ പറയാ. അതിനെയാണ് നമ്മൾ സ്റ്റെം അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്ന് വിളിക്കുക കേട്ടാ. മെയിൻ പാർട്ട് ഓഫ് ദ വേർഡ് ഈസ് കോൾഡ് സ്റ്റെം അല്ലെങ്കിൽ റൂട്ട്. അപ്പൊ ആ സ്റ്റെം അല്ലെങ്കിൽ റൂട്ട് വേർഡ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതോടൊപ്പം അതിന്റെ മീനിങ്ങും അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്. അത് ആ ഫസ്റ്റ് പേജിൽ നമ്മൾ ഓരോ ആദ്യത്തെ സെന്റൻസ് ഒന്ന് നന്നായിട്ട് പഠിച്ചിരിക്കണം. 4 അബ്രീവിയേഷന്റെ, പ്രിഫിക്സിന്റെ, സഫിക്സിന്റെ, റൂട്ട് വേർഡിന്റെ അത് നമ്മുടെ ഫസ്റ്റ് പേജിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് റൂട്ട് വേർഡ്? ACOU അപ്പോ എന്ന് പറയുന്നത് ഹിയർ കേൾക്കുക എന്നുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ് അപ്പോ. അടുത്തത് അഡിപ്പ്, ADIP ഫാക്ട് തടിച്ചത് എന്ന് അർത്ഥം വരുന്നതാണ് അഡിപ്പ് എന്ന് പറയുന്ന റൂട്ട് വേർഡ്. ആൽബ്, ALB ആൽബ് അത് അതിന്റെ മീനിങ് വൈറ്റ്, വെളുത്തത്, ഒരു നിറവുമായി ബന്ധപ്പെട്ടതാണ്. ഇറ്റ്സ് വൈറ്റ്, വൈറ്റിന്റെ ഒരു നിറത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂട്ട് വേർഡ് ഇൻ മെഡിക്കൽ ടെർമിനോളജീസ് ALB എന്ന് പറയുന്ന ആൽബ് ആണ്. ഓക്കെ, അടുത്തത് ആൽജസ്, ALGS പെയിൻ, പെയിൻ എന്നാണ് അതിന്റെ മീനിങ്. ANDR മെയിൽ, അതായത് പുരുഷൻ എന്നറിയും, അതായത് പുരുഷ വിഭാഗത്തിൽപ്പെട്ടത്. അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂട്ട് വേർഡ് ANDR ആണ്. AORTA ആർട്ടോ, ആട്ട എന്ന് പറയുന്നത് എന്താ? ലാർജ് ആർട്ടറി, നമ്മുടെ ആർട്ടറീസുമായിട്ട് ബന്ധപ്പെട്ടതാ. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട്, അതായത് ലാർജ് ആർട്ടറി എക്സിറ്റിംഗ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇടത് ഭാഗത്തുള്ള വെൻട്രിക്കിളിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്ന ഒരു വലിയ ആർട്ടറി, അതിനെയാണ് ആർട്ട എന്ന് വിളിക്കുക, ഓർട്ട എന്ന് വിളിക്കുക കേട്ടോ. അക്വാ, അക്വാഗാർഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. അത് അക്വാട്ടിക്, അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിലുമായിട്ട് ബന്ധപ്പെട്ടത് അർത്ഥം. അക്വാട്ടിക് പ്ലാന്റ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ വാട്ടർ ആണ്, വെള്ളം എന്നതുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ആസ്ഫീക്സിയ, ASPHYXIA lack of oxygen or excess of carbon dioxide in the body that results in unconscious. നമ്മുടെ ശരീരത്തിൽ എന്താണ്? ഓക്സിജന്റെ അളവ് കുറയുക അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുക. രണ്ടൊന്നും തന്നെയാണല്ലോ. ഓക്സിജന്റെ അളവ് കുറവാണെന്ന് പറയുന്നതിന്റെ അർത്ഥം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുണ്ടെന്ന്. അതുകൊണ്ടുണ്ടാകുന്ന അൺകോൺഷ്യസ്നെസ്, അതായത് അബോധാവസ്ഥയിലാകുക, അതാണ് ആസ്ഫീക്സിയ എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് അതാണ്. ആസ്തൻ, ആസ്തൻ എന്താണ്? വീക്ക് അല്ലെ, വളരെ ക്ഷീണിതം എന്നുള്ളത്, ക്ഷീണിച്ചത്. ഓഡി, ഓഡി ഓഡിറ്ററി അല്ലെങ്കിൽ ഓഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹിയർ കേൾക്കുക, കേൾവിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡാണ്, റൂട്ട് വേർഡാണ് ഓഡി, AUDI. അപ്പൊ നമുക്ക് മാർക്ക് ചെയ്യാം ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം, അത് വേഗം മാർക്ക് ചെയ്യാം കേട്ടോ. ANDR ആൻഡർ, മെയിൽ. അടുത്തത് അക്വ, ഇതൊക്കെ സിമ്പിൾ ആണ്, പഠിക്കാൻ പറ്റുന്നതാണ്. വാട്ടർ. ആസ്ഫിക്സിയ, ആസ്ഫിക്സിയ, ASPHYXIA അൺകോൺഷ്യസ് ആകുക due to the lack of oxygen or excess of carbon dioxide in body. ബോഡിയിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുകയോ അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുകയോ ചെയ്യുന്നത് ഫലമായി ഉണ്ടാകുന്ന അൺകോൺഷ്യസ്നെസ് ആണ്. അടുത്ത ആസ്തൻ, വീക്ക്, WEEK വീക്ക്, സോറി WEAK വീക്ക്. എന്താണ്? ക്ഷീണിച്ചത് എന്നർത്ഥം കേട്ടോ. ക്ഷീണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഭയങ്കര ക്ഷീണമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോ അത് അവരങ്ങനെയൊക്കെ ആയിരിക്കും എഴുതി വെക്കുക. ഓക്കെ, ഓഡി ടു ഹിയർ കേൾക്കുക എന്നതുമായി ബന്ധപ്പെട്ടതാണ് ഓഡി, AUDI. റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ മെയിൻ പാർട്ട് ഓഫ് ദ വേർഡ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലില് മെഡിക്കൽ ടെർമിനോളജി, അതായത് അവർ ലാംഗ്വേജസ് ഉപയോഗിക്കുമ്പോ മുമ്പിലും ഒരു കഷ്ണം ചേർത്തും പിറകിലും കഷ്ണം ചേർത്ത് ദേ ക്യാൻ ഫോം എ ന്യൂ വേർഡ്, പുതിയ വേർഡ് ഉണ്ടാക്കാലോ. അപ്പൊ അതിനകത്ത് മെയിൻ പാർട്ട് നടുവില്, അതായത് അതിന് കറക്റ്റ് ആയിട്ട് ഒരു മീനിങ് ഉണ്ട്. ആ വേർഡ് മീനിങ് കറക്റ്റ് ആയിട്ട് തരുന്ന വേർഡിനെയാണ് നമ്മൾ റൂട്ട് വേർഡ്. ഇവിടെ പറഞ്ഞത് ദ ചീഫ് പാർട്ട് ഓർ സ്റ്റെം ഓഫ് എ വേർഡ് ഈസ് നോൺ ആസ് റൂട്ട് വേർഡ്. ഒരു വേർഡിന്റെ ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കുന്ന വേർഡ്, അതാണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ആദ്യത്തെ ആ ഒരു സെന്റൻസ് ഇങ്ങനെ ഇവിടെ കാണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ഒന്നാമത്തെ പേജിൽ തന്നെ
അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെയാണ് റൂട്ട് വേർഡ് എന്ന് വിളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യത്തെ എല്ലാത്തിനെയും ഒന്നാമത്തെ സെന്റൻസ് പഠിക്കണം. റൂട്ട് വേർഡ് എന്ന് പറയുന്നതിലെയും അതുപോലെ സഫിക്സിൽ എഴുതി വെച്ചേക്കണേലും പ്രിഫിക്സ് എഴുതി വെച്ചേക്കണം. ഞാനിപ്പോ അത് നമ്മുടെ ഒരു ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, നമ്മൾ അണ്ടർലൈൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. റൂട്ട് വേർഡ് എന്താണെന്ന് മനസ്സിലായോ? അത് അങ്ങനെ തന്നെ പഠിക്കുമെന്ന് അത് മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒന്നിലെ പ്രിഫിക്സ് ആയിരിക്കാം, ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അതാണ്. റൂട്ട് വേർഡ്സ് എന്നായിരിക്കാം, സഫിക്സ് എന്നായിരിക്കാം, അബ്രിവിയേഷൻസ് എന്നൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മാർക്ക് ചെയ്തല്ലോ. പറഞ്ഞതില് 10 ഈ പേജിൽ പറഞ്ഞത്. ഇനി അടുത്ത 11ാമത്തെ റൂട്ട് വേർഡ് പറയാണ്. അതിന് മുമ്പ് അത് മാർക്ക് ചെയ്തില്ലേ? എത്ര മാർക്ക് ചെയ്തു? മാർക്ക് ചെയ്തു റൂട്ട് വേർഡ്സില് 3 മൂന്നെണ്ണമാണോ? 5 മാർക്ക് ചെയ്തില്ലേ? ആൻറ്റർ ANDR റൂട്ട് വേർഡ്സിലെ മാത്രമാണ് ഞാൻ ചോദിച്ചത്. അതിന് മുകളില് അതിന്റെ മുമ്പത്തെ പേജിൽ അതായത് നമ്മുടെ സഫിക്സിന്റെ ലാസ്റ്റ് ഒരു 3 അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോമൺ റൂട്ട് വേർഡ്സിനകത്ത് 5 ഉണ്ട് കേട്ടോ. ആൻറ്റർ, അക്വ, ആസ്ഫിക്സിയ, ആസ്റ്റൻ ആൻഡ് ഓഡി 5. അങ്ങനെ 5 3 8 മൊത്തം. ഓക്കെ, അടുത്തത് 11ാമത്തെ ബ്രോങ്കൈറ്റിസ്. വിൻഡ് പൈപ്പ് ആണ് അതിന്റെ മീനിങ്. ബ്രോങ്ക്, BRONCH. ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുമയൊക്കെ വന്നിട്ട് നമ്മുടെ ശ്വാസനാളത്തിലേ ഇതൊക്കെ പോകുന്ന അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരിക, ബുദ്ധിമുട്ട് വരിക, അതൊക്കെയാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന വേർഡ്. ഈ ബ്രോങ്ക് എന്ന് പറയുന്ന റൂട്ട് വേർഡിനൊപ്പം ITIS കൂടി ചേർക്കുമ്പോഴാണ് എന്ത് വരിക? ബ്രോങ്കൈറ്റിസ്. അപ്പൊ അവിടെ അങ്ങനെ നീർക്കെട്ടുകളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൊണ്ടേ ഒരു വരുന്ന ഒരു ഇതാണ്, രോഗമാണ്. അടുത്ത BUCC, ചീക്ക് എന്നാണ്. ബെക്കിന്റെ മീനിങ് ചീക്ക്, ഇവരുടെ കവിൾത്തടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ബക്ക്. അടുത്ത ബേഴ്സ, BURSA, പൗച്ച് ഓർ സാക്ക്. വല്ല അറ, ഒരു ബ്ലാഡർ ഒക്കെ പോലത്തെ സാക്ക് പോലത്തെ ഉള്ള സാധനം, അതിനെ സൂചിപ്പിക്കാനുള്ള റൂട്ട് വേർഡാണ് BURSA. അടുത്ത കാലസ്, ഹാർഡ് തിക്ക് സ്കിൻ, ഓൾസോ മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ്. അതായത് ഭയങ്കര നമ്മളുടെ ഒരു ശരീരത്തിൽ തന്നെ ഉള്ള ഓർഗൻസിൽ ചില ഹാർഡ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള സ്കിന്ന്, അതാണ് ഉദ്ദേശിച്ചത് കാലസ് എന്ന് പറയുന്നതിന്റെ മീനിങ്. അടുത്തത് കാൽസിൻ, ക്യാൻസർ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തരുന്ന ഒരു റൂട്ട് വേർഡാണ് CARCIN. കാൽസിൻ ക്യാൻസർ ആണ്. കാരോട്ടിഡ്, CAROTID, കാരോട്ടിഡ് ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്, നമ്മുടെ കഴുത്തിലെ വലിയ ധമനികളാണ്, ആർട്ടറീസ് ആണ്. ഓക്കെ, കാർപ്പസ്, റിസ്റ്റ് ആണ്. റിസ്റ്റ് നമ്മുടെ കയ്യിലെ ഈ എന്താ പറയാ, റിസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ എവിടെയാ വാച്ച് കിട്ടുന്ന സ്ഥലം, അതാണ് റിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാർപ്പസ് ആണ്. സെന്റിമീറ്റർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഫ്രാക്ഷൻ ഓഫ് ദ മെട്രിക് സിസ്റ്റം. നമ്മുടെ 100, അതായത് 100s or 100, നമ്മൾ സെന്റിമീറ്റർ എന്ന് പറയാൻ വേണ്ടിയിട്ട് സെന്റി എന്ന് പറയുന്ന ഒരു വേർഡിന്റെ കൂടെ, റൂട്ട് വേർഡിന്റെ കൂടെയാണ് നമ്മൾ മീറ്റർ ചേർക്കാം. ഓക്കെ, സെന്റിമീറ്റർ, അത് 1 മീറ്റർ, 100 സെന്റിമീറ്റർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ CENT 100 സെന്റ് എന്നാണ്. CENTE എന്ന് പറയുന്നത് സെന്റി എന്ന് പറയുമ്പോ ടു പങ്ക്ചർ എ ബോഡി ക്യാവിറ്റി. പങ്ക്ചർ എന്ന് വെച്ചാൽ എന്താ? പങ്ക്ചർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും ഒരു ബോഡി ക്യാവിറ്റീനെ പങ്ക്ചർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേർഡാണ്, റൂട്ട് വേർഡാണ് സെന്റി, CENTE എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത CILI, ഐലിഡ്. ഐലിഡ് നമ്മൾ നേരത്തെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഐലിഡിന് വേറെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഐലിഡ് നമ്മൾ പ്രിഫിക്സിൽ പറഞ്ഞു. ഐലിഡ് ഇത് റൂട്ട് വേർഡാണ്. റൂട്ട് വേർഡിൽ ഐലിഡ് ഉപയോഗിക്കുന്നത് CILI എന്ന് പറയുന്ന ലെറ്റേഴ്സ് ആണ്. അടുത്തത് CLEID, ക്ലെയ്ഡ്, ക്ലാവിക്കിൾ എന്ന് പറയുന്ന മീനിങ് ആണ്. ക്ലാവിക്കിൾ അതായത് നമ്മളുടെ എന്താ പറയാ, നെക്കും ഷോൾഡറും തമ്മിലുള്ള ഇടയിലുള്ള അതിന്റെ ഈ നമ്മുടെ കഴുത്തും ഈ ഷോൾഡറിന്റെയും ഇടയിലുള്ള ഒരുതരം ബോൺ, ഒരുതരം അസ്ഥി, അതിനെയാണ് ക്ലാവിക്കിൾ എന്ന് ഉപയോഗിക്കാം അല്ലെ. ക്ലാവിക്കിൾ എന്താ പറയാ, ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ, ചിലർക്ക് അതൊക്കെ നല്ല വിസിബിൾ ആയിട്ടൊക്കെ കാണും. അങ്ങനെയൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ബ്യൂട്ടിയുടെ ഒക്കെ ഒരു എന്താ പറയാ ലക്ഷണമാണെന്നൊക്കെ പറയും അല്ലേ. കേട്ടല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് കേട്ടോ? അതന്നെ ക്ലാവിക്കൽ ബോൺ. അത് എന്ന് വെച്ചാൽ നമ്മുടെ നെക്കിന്റെയും ഷോൾഡറിന്റെയും ഇടയിലുള്ളതാ. അത് വിസിബിൾ ആയെങ്കിൽ ഭയങ്കര എന്താ പറയാ സ്ലിം എന്നുള്ളതൊക്കെ ആയിട്ട് സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ബ്യൂട്ടി ബോൺ, അതന്നെ അങ്ങനെയും പറയാം അതിനെ, ബ്യൂട്ടി ബോൺ. അത് വിസിബിൾ ആവണം, ഇങ്ങനെ നമ്മുടെ ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് എന്താ?
അപ്പൊ അടുത്തത് CUBITUS, ക്യൂബിറ്റസ്, എൽബോ. നമ്മുടെ കൈയുടെ ഈ ഭാഗത്തിലെ പറയുന്നതാണ് എൽബോ എന്ന് പറയുന്നത്. ക്യൂബിറ്റസ് എന്നാണ് അതിന്റെ റൂട്ട് വേർഡ്. അതിന്റെ മീനിങ് എൽബോ. അടുത്തത് CYCL, സൈക്കിൾ എന്ന് പറയുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലെറ്റേഴ്സ് ആണ്. സൈക്കിൾ കൂടി ചേർന്ന് സൈക്കിളായി. സർക്കിൾ ഓർ സൈക്കിൾ. സർക്കിളും സൈക്കിളും ഒക്കെ, സൈക്കിളിന്റെ ആ ഒരു വീല് സർക്കിൾ ഷേപ്പ് തന്നെയാണ്. അപ്പൊ സൈക്കിൾ നമ്മൾ പറയില്ലേ ക്രമം, ഈ സൈക്കിളില് അല്ലെ, സെമി സർക്കിളില് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതായത് ആ ഒരു ക്രമത്തില്, അങ്ങനെ ആ ഒരു റുട്ടീൻ, ആ ഒരു രീതിയിൽ അങ്ങനെ ആക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന റൂട്ട് വേർഡാണ് സൈക്കിൾ. ഡിജിറ്റ്, ഫിംഗർ ഓർ ടോ. കേട്ടോ, ഫിംഗർ ഓർ ടോ നമ്മുടെ കാലിന്റെയൊക്കെ മുൻവശത്തുള്ള വിരലിന്റെ ഒക്കെ ഭാഗം അല്ലെങ്കിൽ ഫിംഗർ, അതിനെയൊക്കെ സൂചിപ്പിക്കാൻ ഡിജിറ്റ് എന്ന റൂട്ട് വേർഡാണ് ഉപയോഗിക്കുക. അടുത്തത് EDE, എഡി എന്നുള്ളത് സ്വെല്ലിംഗ് ആണ്, നീർക്കെട്ട്. STCO അല്ലെങ്കിൽ STC എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഉപയോഗിച്ചാലും സെൻസേഷൻ ഓർ പെർസെപ്ഷൻ റിലേറ്റിംഗ് ടു സെൻസേഷൻ. നമുക്ക് ടാക്ടൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് സ്പർശനം അല്ലെങ്കിൽ നമുക്ക് സെൻസ് ചെയ്യാ, ഫീൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ESTHESI അല്ലെങ്കിൽ /O ഉപയോഗിക്കാം. ഫീവർ ആണ്, FEBR, ഫീവർ എന്നുള്ള വേർഡിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന റൂട്ട് വേർഡ് ഫെബർ എന്നാണ്. ഫ്ലെക്സ് എന്ന് വെച്ചാൽ ടു ബെൻഡ് ചെയ്യുക, വളയ്ക്കുക. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ദേശം അങ്ങോട്ടേക്കും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റുന്നതിനെയാണ് ഫ്ലെക്സിബിൾ എന്ന് വിളിക്കുക. അപ്പൊ അതിന്റെ ആ ഒരു വേർഡ് അങ്ങനെ ഓർത്തിരുന്ന ബെൻഡ് എന്നാണ് അതിന്റെ മീനിങ്. ഫൊറാമൻ, FORAMEN, ഓപ്പണിംഗ്. ഫൊറാമൻ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ്, തുറന്ന സ്ഥലം. ഫ്ലെക്സ് നേരത്തെ പറഞ്ഞതുമായിട്ട് എന്താ പറയാ, ഫ്ലെക്സിന്റെ ബെൻഡ് എന്ന് പറയുന്ന മീനിങ് തന്നെയാണ്. അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് വന്നു മാത്രമേ ഉള്ളൂ. അടുത്ത ഫോറാമിനും അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അത് റിപ്പീറ്റഡ് ആണ്. ഫ്ലെക്സും ഫ്ലോറാമിനും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 1 പ്രാവശ്യം ഉള്ളൂ അത് റിപ്പീറ്റഡ് ആയെന്ന് മാത്രം. ഓക്കെ, ഇനി അതിനകത്ത് മാർക്ക് ചെയ്യാം. നിങ്ങള് ബ്രോങ്ക് മാർക്ക് ചെയ്യാം. ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായ ഭാഗത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രോങ്ക് എന്ന് പറയുന്ന വേർഡ് മാർക്ക് ചെയ്യാം. കാർസിൻ, ക്യാൻസർ, അതും റിലേറ്റഡ് ആയതുകൊണ്ട് അതിന്റെ ഷോർട്ട് ഫോം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അത് എന്ത് റൂട്ട് വേർഡിൽ നിന്നാണ് അത് എടുത്തത്. CARPIN, ക്യാൻസർ. കാർപ്പസ്, റിസ്റ്റ്. കാർപ്പസ്, CARPUS, കാർപ്പസ് റിസ്റ്റ് ആണ്. അടുത്തത് CYCL, സർക്കിൾ, സൈക്കിൾ, സർക്കിൾ. അതിന് മുകളിൽ ഒരെണ്ണുണ്ട് സെന്റി, CENTE, സെന്റി. പങ്ക്ച്വർ എന്നാണ് അതിന്റെ മീനിങ്. അടുത്തത് ഫെബർ, FEBR, ഫെബർ, ഫീവർ എന്നാണ് മീനിങ്. ശരിയോ? എത്ര മാർക്ക് ചെയ്തു? പറഞ്ഞേ. 6 അല്ലേ? ഓക്കെ, 6 കറക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു പേജ് കൂടി ജസ്റ്റ് നോക്കാം. അത് എളുപ്പമുള്ള വാക്കുകളാണ്. അടുത്തത് ഏതാ? ഫ്രാക്ഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഫ്രാക്ഷൻ ആക്കുക എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യുക, കഷ്ണമാക്കുക എന്നൊക്കെയാണ്. ഫ്രാക്ട്, FARACT, ബ്രേക്ക് എന്നാണ് മീനിങ് വരിക. ജസ്റ്റ്, GEST, എന്താണ് ജസ്റ്റ്? ക്യാരി, പ്രൊഡ്യൂസ് എന്നൊക്കെയാണ് മീനിങ്. സോറി. ഓക്കെ, അടുത്തത് GNO, നോ. നോ ഹൗ എന്നൊക്കെ പറഞ്ഞു കേട്ടത്. നോ, KNOW, നോ, അറിയുക എന്നുള്ള അർത്ഥം തന്നെയാണ് GNO, നോ എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് ഉപയോഗിക്കാം. ഗ്രാം, GRAM, ഗ്രാം, അതായത് റെക്കോർഡ് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഗ്രാഫ്, അത് റൈറ്റ് റെക്കോർഡ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അത് അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഹ്യൂമറസ്, HUMERUS, ബോൺ ഇൻ ദ അപ്പർ ആം, നമ്മുടെ കൈയുടെ മുകൾ ഭാഗത്തുള്ള ഒരു ബോൺ, അതിനെയാണ് ഹ്യൂമറസ് എന്ന് വിളിക്കുക. IDI, ഡിഫറന്റ്, ഡിസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ പറയാം, വ്യത്യസ്തമായത് എന്നൊക്കെ സൂചിപ്പിക്കാനുള്ള വേർഡാണ്. IOD, അയോഡിൻ എന്നൊക്കെ കേട്ടിട്ടില്ല.
അയോഡിന്റെ അളവ് ക്രമീകരിക്കാൻ നമ്മുടെ ബോഡിയിൽ സോൾട്ടിന്റെ ഒക്കെ ഒരു അയോഡിൻ കലർന്ന ഫുഡൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലോ. അപ്പൊ അയോഡിൻ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് IOD/S/O എന്ന് പറയുന്നത്. അടുത്ത ലാക്ടോ ദാറ്റ് മീൻസ് മിൽക്ക് എന്നാണ് അതിന്റെ മീനിങ്. ലാക്ടോജൻ അടങ്ങിയിരിക്കുന്നത് അറിയാലോ, അപ്പൊ മിൽക്ക് ആണ്. അടുത്ത ലിങ്ക് LINGU ലിങ്ക് ടങ് ആണ്. ലിങ്ക് എന്ന് പറയുന്നത് ടങ് ആണ്, നാവ്. മന്ത് MONTH MEN മന്ത് റിലേറ്റഡ് ആണ്, നമുക്കറിയാം. മെൻസ്ട്രേഷൻ മന്ത്ലി വരുന്നതാണ്. OCUL ഐ റിലേറ്റഡ് ആണ്. OCUL ഐ റിലേറ്റഡ് ആയിട്ട് ഐ ആണ് ഇതിന്റെ മീനിങ്. അടുത്ത OV എഗ് ആണ്, അറിയാലോ, ഓവുലേഷൻ. OV എഗ് എന്നാണ് അതിന്റെ മീനിങ്. പാൽപേറ്റ് ടു ഇൻസ്പെക്ട് ബൈ ടച്ച്. പാൽപേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊട്ട് നോക്കി മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് പരിശോധിക്കുക തൊട്ട് നോക്കിയിട്ട്, അതാണ് പാൽപേറ്റ്. PED പീഡിയാട്രീഷ്യൻ ഒക്കെ വരുന്നത് ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ടത്, ആ കുട്ടികളുടേതാണ്, ശിശുക്കളുടെയാണ്. ചൈൽഡ് ഓർ ഫുഡ് എന്നാണ്. അടുത്തത് പെർക്കസ് PERCUSS ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്, തട്ടി നോക്കിയിട്ട് മനസ്സിലാക്കുന്നതാണ് പെർക്കസ്. ചില ആളുകളുടെ പാരലൈസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഹോസ്പിറ്റൽസിൽ കൊണ്ടുവരുമ്പോ അവിടെ ഇങ്ങനെ ചിലപ്പോ കാലിലോ കയ്യിലോ ഒക്കെ ഇങ്ങനെ തട്ടി നോക്കും. അപ്പൊ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിട്ട് രോഗിക്ക് അത് എന്താ പറയാ, അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അനക്കും കയ്യൊക്കെ. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആ പേഷ്യന്റിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് സ്ട്രൈക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്ന രീതി. അതൊക്കെ ഹോസ്പിറ്റൽസിൽ അവർ ചെയ്യുന്നതാണ്. ഫോട്ടോ ലൈറ്റ് വേണം ഫോട്ടോയ്ക്ക് അല്ലെ, അപ്പൊ അങ്ങനെ പഠിക്കാം. ഫോർട്ട് ലൈറ്റ് ആണ് അതിന്റെ മീനിങ്. PLEUR റിബ് അല്ലെ, റിബ് നമുക്കറിയാം വാരിയലൊക്കെ. PTO ഫൂട്ട് ആണ്. ഫൂട്ട് PTO എന്ന് പറയുന്ന വേർഡ് മീനിങ് ഫൂട്ട് ആണ്. PTYAL സലൈവ അല്ലെ, ഉമിനീര്. PYR ഫയർ ആണ്. PYR റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആരങ്ങളൊക്കെയാണ് കേട്ടേക്കണേ. ദ ഫോറാം ബോൺ ഓൺ ദ തമ്പ് സൈഡ്, നമ്മുടെ തമ്പിന്റെ അവിടെ ഉണ്ടാകുന്ന എന്താ പറയാ മുകളില് തമ്പിന്റെ ഈ ഭാഗത്തായിട്ടുണ്ടാകുന്ന ഒരു ബോണാണ്. ഫോറാം ബോൺ ആണ് കേട്ടോ, നമ്മുടെ കൈയുടെ ഒരു വശത്ത് തമ്പിന്റെ ഒക്കെ അടുത്തുണ്ടാകുന്ന ഒരു തരം ബോണാണ്. അതാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് റേഡിയസ് എന്ന് പറയുന്ന വേർഡാണ് ഉപയോഗിക്കുക. റേഡിയസ് എന്ന് പറയുന്ന റൂട്ട് വേർഡാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്യുക. ഏതൊക്കെയാണെന്ന് പറയാം. GNO KNOW എന്നാണ് അതിന്റെ മീനിങ്. ഗ്രാഫ് നമ്മൾ ഓൾറെഡി റെക്കോർഡ് ഇത് വെച്ചതാണ്, റെക്കോർഡ് എന്നൊക്കെ, അതുകൊണ്ട് അത് ഇനി വേണ്ട. PED പീഡിയാട്രീഷ്യൻ. ഓക്കെ, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്. ചൈൽഡ് ആണ് ഇതിന്റെ മീനിങ്. ഫോർട്ട് PHOT ഫോർട്ട് ലൈറ്റ് റിലേറ്റഡ് ആണ്. PLEUR റിബ് അതാണ് അതിന്റെ മീനിങ്. ആൻഡ് ലാസ്റ്റത്തെ റേഡിയസ്. ഫോറാം ബോൺ ഓൺ ദ തമ്പ് സൈഡ്. മറ്റേത് അവര് സർക്കിളിനെ സംബന്ധിച്ചും അവർ പറഞ്ഞിട്ടുണ്ട്, രണ്ട് രീതിയിലും പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഇവിടെ ഹോസ്പിറ്റൽസുകാർ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഭാഗമാണ്. ഫോറാം ബോൺ ഓൺ ദ തമ്പ് സൈഡ്, നമ്മുടെ തമ്പിന്റെ അവിടെ ഉണ്ടാകുന്ന ഈ കൈയുടെ മുൻവശത്തുണ്ടാകുന്ന ഒരു തരം അസ്ഥി, അതാണ് റേഡിയസ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് യൂസേജിൽ എന്താണ്, ഒരു സർക്കിളിന്റെ ഏതെങ്കിലും പോയിന്റിൽ നിന്ന് സെന്ററിലേക്കുള്ള ആ ഒരു എന്താ പറയാ ഒരു മെഷർമെന്റ്, ആ ഒരു അകലം, ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുക. അത് കോമൺ ഭാഷയിൽ. അതും അവരവിടെ എഴുതിയിട്ടുണ്ട്, മീനിങ്ങിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ടിക്ക് ചെയ്തോ? അപ്പൊ എത്ര എണ്ണമാണ് ടിക്ക് ചെയ്തേക്കണേ? വീണ്ടും 5 എണ്ണമാണ്. 6 അല്ലേ? ഗ്രാഫ് നേരത്തെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വീണ്ടും ഇവിടെയും ഞാൻ ടിക്ക് ചെയ്തു. കാരണം നേരത്തെ നമ്മൾ പഠിച്ചില്ല, അതുകൊണ്ട് ഇവിടെയും ടിക്ക് ചെയ്തു. പറയാം. GNO, പിന്നെ PED, പിന്നെ PHOT, PLEUR ആൻഡ് റേഡിയസ്. അങ്ങനെ 5 എണ്ണം ശരിയാണ്. ഓക്കെ, ഇത്രയും വരെ പഠിക്കാം. ഇനി ഞാൻ എന്റെ സമയം
തീരാറായി അല്ലെ? നമ്മൾ ഇനി എടുത്ത് കഴിഞ്ഞാൽ തീരെയില്ല, ഇത് പകുതി എഴുതി വരും. അത് വേണ്ട, ഇത്ര മതിയില്ലേ? ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ് മീൻസ് ഇടയിൽ എവിടെയെങ്കിലൊക്കെ സമയം കിട്ടിയാൽ വരും കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് പ്രതീക്ഷിച്ചിരുന്നോളാം. ഈ ട്യൂസ്ഡേസിൽ ചിലപ്പോൾ ഞാൻ വരാൻ സാധ്യതയുണ്ട്, ട്യൂസ്ഡേ കേട്ടാ. അപ്പൊ അതൊന്ന് അത്രയും വരെയൊക്കെ നന്നായിട്ട് വായിച്ചു പഠിക്കാം. ഓക്കെ ഓക്കെ.